നമസ്തേ. വർഷം 40 ലക്ഷം രൂപ ശമ്പളം, സുന്ദരൻ, പ്രമുഖ കുടുംബം, വിവാഹത്തിന് എല്ലാം ഒത്ത യുവാവ്. പക്ഷേ ഒരു കാര്യം കണ്ടതോടെ യുവതി വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നാണ് വൈറൽ അവകാശവാദം. യുവാവിന്റെ റോൾ മോഡൽ രാഹുൽ ഗാന്ധി. എന്നാൽ ഇത് വെറും വൈറൽ പോസ്റ്റിന്റെ കഥ മാത്രമോ? അതിനിടെ രാഹുൽ ഗാന്ധിയുടെ പുതിയ പരിപാടിയും ഹോട്ട് മൈക്ക് വിവാദവും വിദ്യാർത്ഥി സംഘർഷവും പണം നൽകി ജനക്കൂട്ടത്തെ എത്തിച്ചെന്ന ആരോപണം രാഷ്ട്രീയ പോരായി മാറിയിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമുക്ക് നോക്കാം. കർണാടകയിൽ 40 ലക്ഷം രൂപ ശമ്പളമുള്ള യുവാവുമായി വിവാഹം ഉറപ്പിച്ചിരുന്നെങ്കിലും ആ പെൺകുട്ടി പിന്നീട് ഈ വിവാഹത്തിൽ നിന്നും പിന്മാറി. ഈ യുവാവിന്റെ റോൾ മോഡൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണെന്ന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ പെൺകുട്ടി വിവാഹത്തിൽ നിന്ന് പിന്മാറിയത്. പരാജിതൻ എന്ന് താൻ കരുതുന്ന രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ അദ്ദേഹത്തിന്റെ പ്രചോദനമാണെങ്കിൽ തന്റെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് ഈ പെൺകുട്ടി ചോദിച്ചതായി സമൂഹ മാധ്യമ പോസ്റ്റുകൾ പറയുന്നു. ഇൻസ്റ്റഗ്രാമിൽ തന്റെ റോൾ മോഡൽ രാഹുൽ ഗാന്ധിയാണെന്ന് ഈ യുവാവ് രേഖപ്പെടുത്തിയതാണ് പെൺകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിനെ തുടർന്ന് പ്രതിവർഷം 40 ലക്ഷം രൂപ വരുമാനമുള്ള യുവാവിന്റെ വിവാഹ അഭ്യർത്ഥന കർണാടകയിലെ ഒരു യുവതി നിരസിക്കുകയായിരുന്നു. ആരുഹി റെഡ്ഡി എന്നാണ് ഈ യുവതിയുടെ പേര്. ഇവരുടെ പോസ്റ്റ് വൈറലാണ്. വരൻ സുന്ദരനും ഒരു പ്രശസ്ത കുടുംബത്തിൽ നിന്നുള്ളയാളും 40 ലക്ഷം രൂപയുടെ പാക്കേജും ഉണ്ടെന്ന് വെളിപ്പെട്ടതിനെ തുടർന്നാണ് ആരുഹി റെഡ്ഡിയുടെ ഈ അവകാശവാദം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയത്. എന്നിരുന്നാലും യുവാവ് രാഹുൽ ഗാന്ധിയെ തന്റെ റോൾ മോഡലായി പരാമർശിച്ചതിനെ തുടർന്ന് അവർ ആ വിവാഹം നിരസിക്കുകയായിരുന്നു. പരാജിതൻ എന്ന് താൻ കരുതുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ പ്രചോദനമാണെങ്കിൽ തന്റെ ഭാവി എങ്ങനെയായിരിക്കും എന്ന് അവർ ചോദ്യം ചെയ്തതായി പോസ്റ്റിൽ പറയുന്നുണ്ട്. അതേസമയം ഈ വാർത്ത സ്വതന്ത്രമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഓഗസ്റ്റ് 21 വൈറലായ അവകാശവാദത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത ഒഡീഷ TV ആരോപിക്കപ്പെടുന്ന ശമ്പളം, ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ, വിവാഹ ചർച്ചകൾ എന്നിവ വിശ്വസനീയമായ റിപ്പോർട്ടിങ്ങിലൂടെയോ ഉൾപ്പെട്ട ആളുകളുടെ പ്രസ്താവനകളിലൂടെയോ സ്വതന്ത്രമായി സ്ഥിരീകരിക്കാൻ കഴിയില്ലെന്ന് അഭിപ്രായപ്പെട്ടു. എന്നിരുന്നാലും ഈ കഥ വൈറലായിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക കാര്യം അവിവാഹിതരുടെ ശ്രദ്ധയ്ക്ക് പറയുകയാണ്. പ്രതിവർഷം 40 ലക്ഷമല്ല 40 കോടി ശമ്പളമുണ്ടെങ്കിലും റോൾ മോഡൽ പപ്പുമോനാണെങ്കിൽ പെണ്ണ് കിട്ടിയെന്ന് വരില്ല. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ചാത്രോം കി ഗൂഞ്ച് പരിപാടിയുടെ 4ാം ഘട്ടം പൂനെയിൽ ആരംഭിച്ചിരിക്കുകയാണ്. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധികളും ചോദ്യപേപ്പർ ചോർച്ചയും പ്രധാന ചർച്ചയാക്കുന്ന പരിപാടിയാണ് ഇത്. എന്നാൽ രാഷ്ട്രീയം പറയാനല്ല ചാത്രോം കി ഗൂഞ്ച് എന്ന ഈ പരിപാടി എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വിദ്യാർത്ഥികൾ ഓരോ പ്രത്യേകതയുള്ളവരാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി രാജ്യത്തെ വനിതകളാണ്. മനുസ്മൃതിയിൽ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ലജ്ജാകരമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ്. സ്ത്രീകൾ സ്വതന്ത്രരായിരിക്കണം. മനുസ്മൃതി പുരുഷന്മാരെ സ്ത്രീകൾക്ക് മുകളിൽ സ്ഥാപിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി ആ പരിപാടിയിൽ പറഞ്ഞു. അതേപോലെ തന്നെ സുരക്ഷാ പ്രശ്നങ്ങൾ മൂലം രാജ്യത്തെ 50% സ്ത്രീകളും ജോലി ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിലാണെന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ 6% സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരകളാകുന്നു. പല പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ട അവസ്ഥയാണ് ഉള്ളതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. അതുപോലെ തന്നെ ജന്തർ മന്തർ സമരത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി ഞെട്ടൽ രേഖപ്പെടുത്തിയത് പെൺകുട്ടികൾ മോശം വാക്ക് പറഞ്ഞു എന്നതിനാലാണ്. ആൺകുട്ടികൾ മോശം വാക്കുകൾ പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല എന്നതാണ് മോദി പറയുന്നത്. അവർക്കിതെല്ലാം അനുവദനീയമാണ് എന്നതാണ് മനോഭാവം. പെൺകുട്ടി മോശം വാക്ക് ഉപയോഗിച്ചാൽ സംസ്കാര ശൂന്യത എന്നാണ് പറയുന്നത്. BJP നേതാക്കൾ പറയുന്നത് പെൺകുട്ടികൾ കാരണമാണ് ബലാത്സംഗം സംഭവിക്കുന്നത് എന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് രാഹുൽ ഗാന്ധി ആ പരിപാടിയിൽ വിമർശിക്കുന്നത്. എന്നിട്ട് പറയുന്നത് രാഷ്ട്രീയ പരിപാടിയൊന്നുമല്ല, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനാണ് എന്നും പറയുന്നുണ്ട്. എന്താണ് എന്തോ. വിദ്യാഭ്യാസം, സ്ത്രീ സുരക്ഷ, ലിംഗസമത്വം, മത്സര പരീക്ഷകളെ ക്രമക്കേടുകൾ, തൊഴിലവസരങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് പരിപാടിയിൽ രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളുമായി നേരിട്ട് ചർച്ച ചെയ്യുന്നത്. രാജ്യവ്യാപകമായി 800ഓളം ചെറുകിട നഗരങ്ങളിലും പട്ടണങ്ങളിലും ചാത്രോം കി ഗൂഞ്ച് സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. മുൻപ് സംഘടിപ്പിച്ച പരിപാടികളിൽ വിദ്യാഭ്യാസ സമ്പ്രദായം കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചും പേപ്പർ ചോർച്ച സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്നതിനെക്കുറിച്ചുമൊക്കെ രാഹുൽ ഗാന്ധി കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത് കേട്ടോ. എന്തായാലും ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ മഹാരാഷ്ട്രയിൽ നടന്ന ചാത്രോം കി ഗൂഞ്ച് പരിപാടിക്കെതിരെ ശക്തമായ വിമർശനവുമായിട്ട് BJP രംഗത്ത് വന്നിരിക്കുകയാണ്. പരിപാടിക്കിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഹോട്ട് മൈക്ക് ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു BJPയുടെ വിമർശനം. ഒരാൾ പറയേണ്ട വാചകം മറ്റൊരാൾ രഹസ്യമായി പഠിപ്പിച്ച് പറയിപ്പിക്കുന്നത് കേൾക്കുന്ന സന്ദർഭമാണ് ഹോട്ട് മൈക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വേദിയിൽ പ്രസംഗം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ്
രാഹുൽ ഗാന്ധിക്ക് ഒരാൾ പൂനെ മഞ്ചേ പ്രേം, പൂനെ എന്നാൽ സ്നേഹമാണ് എന്ന മറാത്തി വാചകം പരിഭാഷപ്പെടുത്തി നൽകുന്നതും അത് പറഞ്ഞു കൊടുക്കുന്നതും വീഡിയോയിൽ ദൃശ്യമാണ്. ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. We just address them in Marathi saying Pune Manje Prem. Okay. It means Pune means love. Pune Manje Prem. Pune Manje Prem. Pune Manje Prem. I'll ask you. Yeah? And I say Pune Manje Prem. You have to all say. We'll just do it. Okay. And now, girls, सुनो, सर पुणे में आए हैं, तो पुणे वालों के लिए भी तो कुछ खास मैसेज सर. Pune Manje Prem. Thank you. पुणे मंजे प्रेम. पुणे मंजे प्रेम. क्या बात है. थोड़ी और प्रेम. Pune Manje Prem. Love you all. ഈ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് സ്വന്തം ചിന്തകൾ സ്വതന്ത്രമായി പ്രകടിപ്പിക്കാൻ കഴിവില്ലെന്നും പ്രസംഗിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾ മാത്രമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നതെന്നും BJP ആരോപിച്ചു. ഉപദേശകർ കോൺഗ്രസ് നേതാക്കളെ വെറും വക്താക്കളാക്കി മാറ്റുകയാണെന്നും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് എപ്പോഴും തിരക്കഥയ്ക്കാണ് മുൻഗണനയെന്നും രാഹുൽ ഗാന്ധിക്ക് അതിനുശേഷമേ സ്ഥാനമുള്ളൂ എന്നും BJP പരിഹസിച്ചു. ഒരിക്കൽ പപ്പുവായി ജനിച്ചവന് ദൈവം മൈക്കിന്റെ രൂപത്തിൽ പോലും കനിഞ്ഞ് അനുഗ്രഹിച്ച് പപ്പുവായി തന്നെ ജീവിച്ചു തീർക്കാനുള്ള സാഹചര്യം എപ്പോഴും ഉണ്ടാക്കിത്തരും. അതേസമയം മഹാരാഷ്ട്രയിലെ പൂനെയിൽ ശനിയാഴ്ച നടക്കുന്ന ഈ പരിപാടി ചാത്രോം കെ ഗൂഞ്ച് പരിപാടിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ യുവസേനയായ നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ NSUI അംഗങ്ങൾ അത് താറുമാറാക്കുകയും ചെയ്തു. ഇതിലും പോരാഞ്ഞിട്ട് ABVP അംഗങ്ങളോട് സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഇതോടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വെള്ളിയാഴ്ച രാത്രി 8:30-നും 11-നും ഇടയിൽ പൂനെയിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഹോസ്റ്റലിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ NSUI വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും നിർബന്ധിക്കുകയും ചെയ്തുവെന്ന് ABVP അംഗങ്ങൾ ആരോപിച്ചു. എന്നിരുന്നാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപണങ്ങൾ നിഷേധിച്ചു. ചാത്രോം കി ഗൂഞ്ച് എന്ന പരിപാടിയെ പിന്തുണച്ച 2 വിദ്യാർത്ഥിനികളെ ഭീഷണിപ്പെടുത്തിയത് ABVP ആണെന്നും സ്കോളർഷിപ്പുകളെ ചൊല്ലി ആശങ്കയുണ്ടെന്നുമാണ് അവർ അവകാശപ്പെട്ടത്. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന സംഭവത്തിൽ പരസ്പരം കുറ്റപ്പെടുത്തി ഇരുവിഭാഗങ്ങളും തമ്മിൽ വാക്പോരിന് കാരണമായ സംഭവം വളരെ വിവാദമായിരുന്നു. സംഘർഷത്തെ തുടർന്ന് പോലീസിന് അവിടെ ഇടപെടേണ്ടി വന്നു. ഇപ്പോൾ 50 മുതൽ 60 വരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പ്രഥമ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത BNS പ്രകാരം മഹാരാഷ്ട്ര പോലീസ് ആക്ട് എന്നിവയുടെ സെക്ഷൻ 115(2) സ്വമേധയാ നിസ്സാരമായ ശാരീരിക ഉപദ്രവമുണ്ടാക്കൽ, 189(1) നിയമവിരുദ്ധമായി സംഘം ചേരൽ, 381(1) ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ, മറ്റ് പ്രസക്തമായ വ്യവസ്ഥകൾ എന്നിവ പ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്ഥിതിഗതികൾ മുഴുവൻ നിരീക്ഷിച്ചുകൊണ്ട് പോലീസ് സർവകലാശാലയിൽ തങ്ങളുടെ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ രാഹുലിന്റെ പൂനെ പരിപാടിക്കായി കോൺഗ്രസ് സ്വാധീനമുള്ള വ്യക്തിക്ക് 25,000 രൂപ വാഗ്ദാനം ചെയ്തതായി BJP അവകാശപ്പെട്ട് രംഗത്ത് വന്നു. പൂനെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം സ്വാധീനമുള്ള വ്യക്തികൾക്ക് 25,000 രൂപ വാഗ്ദാനം ചെയ്യുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം വളരെ ദുർബലമാണ്, പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് പോലും പണം നൽകേണ്ടതുണ്ടെന്നും BJP പരിഹസിച്ചു. എന്നാൽ രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെ പൂനെയിൽ നടത്തിയ പരിപാടി സംഘടിപ്പിച്ചത് കോൺഗ്രസ് അല്ല, മറിച്ചൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായിരുന്നു എന്ന് വെളിപ്പെടുത്തി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രംഗത്ത് വന്നു. ഈ പരിപാടിയുടെ പോസിറ്റീവ് കവറേജിനായി ഇൻഫ്ലുവൻസേഴ്സിന് 30,000 രൂപ വരെ വാഗ്ദാനം ചെയ്തിരുന്നു. ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ ബസ്സുകളും പേയ്മെന്റുകളും ക്രമീകരിച്ചു എന്നും ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾ നിയന്ത്രിക്കുന്ന കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ സമരത്തിനായി ഇവന്റ് മാനേജ്മെന്റ് കമ്പനി കൊണ്ടുവന്നതെന്നും ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കി. ചാത്രോം കി ഗൂഞ്ച് വിദ്യാർത്ഥികളുടെ ശബ്ദം എന്ന ഈ പരിപാടിക്ക് മുന്നോടിയായി പൂനെ എഞ്ചിനീയറിംഗ് കോളേജിൽ ABVPക്കാരും കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗമായ NSUI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. അക്രമം നടത്തിയ 50 അല്ലെങ്കിൽ 60 അധികം NSUI നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ പൂനെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പുഷ്കർ അഭനവെ, പ്രഥമേഷ് അഭനവെ, സൗരഭ് അമ്രാലെ, സാഗർ ദാദ്വെ, അക്ഷയ് ജെയിൻ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും 40 ലക്ഷം ശമ്പളമുള്ള യുവാവിന്റെ വിവാഹം നിരസിച്ചെന്ന വൈറൽ അവകാശവാദം മുതൽ രാഹുൽ ഗാന്ധിയുടെ ചാത്രോം കി ഗൂഞ്ച് പരിപാടിയെ ചുറ്റിപ്പറ്റിയുള്ള ഹോട്ട് മൈക്ക് വിവാദവും വിദ്യാർത്ഥി സംഘർഷവും വരെ സോഷ്യൽ മീഡിയയും രാഷ്ട്രീയ ലോകവും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? റോൾ മോഡൽ ഒരാളുടെ വ്യക്തി ജീവിത തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുമോ?
എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.